കാണാൻ പോകുന്നത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ എന്താണ് ആ ഒരു ഫീലിംഗ്? എന്താണ് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്? ഞങ്ങൾ ഇടയ്ക്ക് പോയി ഒന്ന് കണ്ടായിരുന്നു. ഞങ്ങള് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണുമ്പോ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ തീരാത്ത ഒരു വിഷമാണ്. അമ്മക്ക് ഇപ്പൊ ജിന്നയുടെ അവിടുത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അമ്മമാര് മക്കൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും. അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് അമ്മ ഭക്ഷണം വൈകുന്നേരം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ അതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റില്ല. നാളെ എന്തെങ്കിലുമൊക്കെ വേറെ ബീഫ് പന്നീരൊക്കെ ഇഷ്ടം. ബീഫ് ചിക്കൻ ആളുടെ മെയിൻ ആള്. പിന്നെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണി കളഞ്ഞിട്ട് 10 തിന്നും. മാങ്ങാക്കറി വലിയ ഇഷ്ടം. അതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യം പറയാനുണ്ടായി. അപ്പൊ അതിനുള്ള തീരുമാനങ്ങളായിട്ടുണ്ടോ? അത് വരുമെന്ന് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിലേക്കൊന്നും ആയിട്ടില്ല. വരുമെന്ന് പറയുന്നുണ്ട്. വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരാണ് സെപ്റ്റംബറിൽ വരുമെന്ന് പറയണേ. ഫോണിൽ കൂടെ ഞങ്ങള് എല്ലാവരും കാണാൻ സംസാരിക്കാറുണ്ട്. വന്ന കല്യാണം കഴിക്കും, ഇനി വന്നില്ലെങ്കിൽ വേറെ കെട്ടും. അതെ, ഇവിടെ അമേരിക്കയിലാ. അതായത് ഇപ്പൊ ഈ സ്വീകരണം കൊടുക്കാനായിട്ട് അങ്കമാലി MLA ഉണ്ട്. കാലടിയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവരും ഉണ്ട്. സ്വീകരണം മാണിക്യമംഗലത്ത് നിന്ന് ഇങ്ങടേക്ക് എതിരേൽപ്പിച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കിട്ടൂല്ലോ. നമുക്ക് ആളെ കിട്ടൂല. അതാണ് ഏറ്റവും വലിയ കാണാനുള്ളൊരു എല്ലാവർക്കും ഇൻട്രസ്റ്റ്. എന്തായാലും ഇതൊരു സാധാരണക്കാരന് ഭയങ്കര വിജയമായിരുന്നു. പിന്നെ ഇങ്ങനെ വേറൊരു പ്രോഗ്രാം ഇന്നലെയാണെങ്കിലും എല്ലാവരും ഭംഗിയായിട്ട് നിർദ്ദേശം. അതെ അതെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാരൊരു വിജയം പിന്നീട് ബിഗ് ബോസ് താരം ജിന്ദുവിന്റെ അമ്മയാണെന്നൊക്കെയാണ് അപ്പനൊക്കെയാണ് അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ആഘോഷങ്ങളാണ് ഇനി വീണ്ടും? എന്റെ മോളിൽ ഞങ്ങൾക്കിപ്പോ ഒരു അഭിമാനമായിക്കാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും ജിന്ദുവിന്റെ അപ്പൻ ജിന്ദുവിന്റെ അമ്മ എന്ന് പറയും. ചിലപ്പോൾ കൊച്ചു കുട്ടികൾ വരും, ഈ വീട് കാണുമ്പോൾ ജിന്ദുവിന്റെ വീട് എന്നൊക്കെ പറയും. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണല്ലോ. ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിന് അകത്താണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലോണം അടിച്ചമർത്തലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ചാണ് ജിന്ദു വരുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ ടിവിയിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര പോരൊക്കെയുള്ള കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ദോസ്തുക്കൾ അതിൻ്റെ അകത്ത്. ഞങ്ങൾ ചെന്ന് കണ്ടോടം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത്. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഇഷ്ടം പോലെ എല്ലാ പ്രേക്ഷകരുമുള്ള ഞങ്ങളുടെയൊക്കെ വിജയം. മെഡലുകൾ ഒരുപാട് വാരി കൂട്ടിയാണ് എൻ്റെ മോൻ. മിസ്റ്റർ കേരള മിസ്റ്ററൊക്കെ ചറുപുറന്ന് അടിച്ചാളുന്നതാണ്. പിന്നെ ജിമ്മ് നാളിലുണ്ട്. അത്യാവശ്യം ചില സീരിയൽ സിനിമയിലൊക്കെ അവൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചവർണ്ണത്തിൽ ആലുവ ജിമ്മ് അവൻ്റെയാണ് അതിനകത്ത് കൊടുത്താണ്. അങ്ങനെ ഇതെല്ലാം കൊണ്ടും പിന്നെ മദർ തെരേസ അവാർഡ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരെണ്ണം കിട്ടിയായിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും പോയായിരുന്നു. അതുപോലെ തന്നെ ഈ ജിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് അവസാനമായിട്ട് ആൾക്കാരോട് എന്താണ്? ജിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നന്ദി എന്തോരം പറഞ്ഞാലും തീരാത്ത ഒരു നന്ദിയാണ്. എൻ്റെ മോനെ ഇതുപോലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാണ്. എല്ലാ പ്രേക്ഷകരോടും ഏത് ഇപ്പൊ ജീവിതകാലം വരെയും അവരെ മറക്കാൻ പറ്റില്ല. അവരുള്ള ഇതിന്റെ വിജയത്തിന്റെ പിന്നില് അപ്പൊ അവർക്ക് ഒരുപാട് ഒത്തിരി നന്ദിയാണ്. ജിന്ദുവിനെ കണ്ടിട്ട് സംസാരിക്കാം. നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കാം. ശരി.